ഇന്ന് നമ്മുടെ വീഡിയോ ജ്യോതിഷത്തെക്കുറിച്ചാണ്. നമ്മുടെ കുറച്ച് ശിഷ്യന്മാർ വ്യാഴം രാശി മാറിയത് കൊണ്ടുണ്ടായ ഫലം ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചാരവശാൽ ലഗ്നാൽ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ലഗ്നാൽ വെച്ച് നല്ല ഫലം പറയാൻ പറ്റും. ഇപ്പോൾ ജ്യോതിഷപരമായ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഓൺലൈൻ പഠിക്കണം താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് നമ്മൾ വെക്കുന്നുണ്ട്, തന്നെ പഠിക്കാം. ഇപ്പം മറ്റുള്ളവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷപരമായിട്ട് ലഗ്നാൽ, നിങ്ങളുടെ ഗ്രഹനില ലഗ്നം ലായ് എന്ന് എഴുതിയിരിക്കുന്ന ഏത് ഭാഗമാണെന്ന് നോക്കുക. അതാണ് നിങ്ങളുടെ ലഗ്നം. ആ ലഗ്നത്തിൽ, അതായത് നമ്മൾ ആദ്യം ഇന്ന് പറയാൻ പോകുന്നത് മേടലഗ്നം. മേടലഗ്നത്തിൽ ജനിച്ച ആളിന് വ്യാഴം സഞ്ചരിക്കുന്നത് കർക്കിടത്തിലൂടെയാണ്. ആ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മേടം ലഗ്നത്തിൽ ജനിച്ച ഒരാളിനെ സംബന്ധിച്ച് മേടം ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ അയാളുടെ അഷ്ടമാധിപൻ കൂടിയാണ്. ഇപ്പോൾ വൃശ്ചികത്തിൻ്റെയും മേടത്തിൻ്റെയും രാശ്യാധിപനാണ്. ആ ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നു എന്നതിന് കൂടി പ്രാധാന്യമുണ്ട് കേട്ടോ. ഇപ്പം നീചത്തിൽ ആണെങ്കിലോ, നീചത്തിലാണ് കർക്കിടത്തിലാണ്, അപ്പോൾ ബലം കുറഞ്ഞിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നല്ലതല്ല. അപ്പോൾ ചൊവ്വ എന്ന ഗ്രഹം ബലം കുറഞ്ഞ് വളരെ മോശ സ്ഥാനത്തൊക്കെ നിൽക്കുന്നതെങ്കിൽ വളരെ മോശം അനുഭവം ഉണ്ടാവും. എങ്കിലും വ്യാഴം രാശി മാറുന്നതുകൊണ്ട് അവർക്ക് മാറ്റങ്ങൾ വരാം. എല്ലാവർക്കും ഈശ്വരൻ ഒരു അവസരം കൊടുക്കുന്നത് വ്യാഴത്തിൻ്റെ സഞ്ചാരപഥം അനുസരിച്ചാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വ്യാഴം, മേടലഗ്നക്കാർക്ക് വ്യാഴം ഇപ്പോൾ നല്ലതാണ്. എങ്ങനെയുള്ളവർക്ക്? നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് നല്ലതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ചൊവ്വ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് 2ാം ഭാവത്തിലൂടെയാണ്. എന്നാൽ ചൊവ്വ 2-ലൂടെ സഞ്ചരിക്കുന്നത് ചാരവശാൽ അത്ര നല്ലതല്ല. പക്ഷേ മേടലഗ്നത്തെ സംബന്ധിച്ച് ധനസ്ഥാനമാണ്, ലഗ്നാധിപനാണ്. ലഗ്നാധിപൻ സഞ്ചരിക്കുന്നത് 2ാം ഭാവത്തിലൂടെയാണ്. പക്ഷെ നോക്കുന്നത് അഷ്ടമത്തിലേക്കാണ്. അഷ്ടമത്തിലേക്കും അതുപോലെ തന്നെ 9ലേക്കും കൂടി നോക്കുന്നുണ്ട്. മേടലഗ്നത്തിൻ്റെ 9ലേക്കും അഷ്ടമത്തിലേക്കും ദൃഷ്ടിയുണ്ട്. ഒപ്പം ഈ പറഞ്ഞ ലഗ്നത്തിൻ്റെ 5ലേക്കായ ചിങ്ങത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഷ്ടമത്തിലേക്ക് നോക്കുന്നത് കൊണ്ട്, അഷ്ടമം മേടത്തിൻ്റെ ഈ ചൊവ്വയുടെ മറ്റൊരു രാശി ആണെങ്കിൽ കൂടിയും അഷ്ടമാധിപനാണ്. ലഗ്നാധിപനാണെങ്കിൽ അഷ്ടമാധിപനാണ്. അഷ്ടമത്തിലേക്ക് നോക്കുക. അപ്പോൾ അത് നമ്മൾ 9ലേക്കും കൂടി ഭാഗ്യസ്ഥാനത്ത് കൂടി നോക്കുന്നുണ്ട്. പക്ഷെ 2-ൽ നിന്നുകൊണ്ടാണ്. 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗ്യസ്ഥാനം മാത്രമല്ല, പിതാവിൻ്റെ സ്ഥാനം കൂടിയാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഭൂമി കാരകനാണ്. ഇപ്പോൾ ഇവിടെ 4ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കർക്കിടകത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ മേടലഗ്നക്കാരനെ സംബന്ധിച്ച് 12ാം ഭാവാധിപനും അതുപോലെ തന്നെ 9ാം ഭാവാധിപനാണ്. ഭാഗ്യാധിപൻ കൂടിയാണ് വ്യാഴം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? വ്യാഴത്തിൻ്റെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നല്ലതിന് വേണ്ടി എന്നാണ് ശരിക്കും വ്യാഴത്തെ കൊണ്ട് പറയേണ്ടത്. നല്ല അനുഗ്രഹമാണത്. ഇപ്പോൾ 12ാം ഭാവാധിപൻ അത് ചെലവാക്കുന്നു, ചെലവിൻ്റെ സ്ഥാനമാണ്. ആ ചെലവാക്കുന്നത് ഭാഗ്യാധിപൻ കൂടിയാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗ്യാധിപൻ ഈ പറഞ്ഞ മേടം ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പം 4-ലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് 4ൻ്റെ കേന്ദ്രമാണ്, ലഗ്നത്തിൻ്റെ കേന്ദ്രമാണ്. കേന്ദ്രസ്ഥാനത്തോട് സഞ്ചരിക്കുന്ന വ്യാഴം 4ാം ഭാവത്തിൽ സുഖം കൊടുക്കും. 4-ൽ നിൽക്കുന്ന വ്യാഴം എപ്പോഴും അയാൾക്ക് സുഖം കൊടുക്കും. അപ്പം മേടം ലഗ്നാധിപൻ 4-ലൂടെ സഞ്ചരിക്കുന്നു. അവിടെ നമ്മൾ നോക്കണ്ടേ. അപ്പം 4-ലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉച്ചസ്ഥിതിയാണ് എന്നുകൂടിയാണ്. അപ്പോൾ വ്യാഴം അവിടെ ഉച്ചനായിട്ടാണ് സഞ്ചരിക്കുന്നത്, ബലവാനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇപ്പം വ്യാഴം രാശി മാറിയത് കൊണ്ട് മേടം ലഗ്നക്കാർക്ക് നല്ല ഇതുവരെ ഉണ്ടായിരുന്ന മോശം അനുഭവം ഉണ്ടായ വ്യക്തികൾക്ക് നല്ല അനുഭവങ്ങൾ വരാൻ പോകുന്നു. വീട് സംബന്ധമായിട്ടുള്ള, സ്ഥാപന സംബന്ധമായിട്ടുള്ള ജോലികൾക്ക് നമുക്ക് മേൽക്കയറ്റമോ പുതിയ ജോലികൾക്കുള്ള ചാൻസോ, വീട് പുതുക്കി പണിയുന്നതിനോ, വീട് തടസ്സപ്പെട്ട് കിടക്കുന്ന വീടിൻ്റെ പണികൾക്കോ, ഭൂമി വാങ്ങുന്നതിനോ ഒക്കെ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നു. കിണർ കുഴിക്കുക, കുളം കുഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ ഒക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നു എന്ന് വേണം പറയുവാൻ. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഇവിടെ ശുക്രൻ ഇവിടെ 7ാം ഭാവാധിപനാണ്. മേടം ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപനും ധനസ്ഥാനത്തിൻ്റെ അധിപനുമായ ശുക്രൻ ഇപ്പോൾ 5-ലൂടെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട്, തൻ്റെ പാർട്ണറുമായി ബന്ധപ്പെട്ട്, ധനവുമായി ബന്ധപ്പെട്ട് തൻ്റെ സങ്കല്പങ്ങളൊത്ത് നീങ്ങുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യാഴം അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നു, ശുക്രൻ അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നു. ലഗ്നാധിപനായ ചൊവ്വ 2ാം ഭാവത്തിലൂടെ 9ലേക്കും, അതായത് നിങ്ങൾ ഇതിനു വേണ്ടി പണം ചെലവാക്കുക. എന്തുകൊണ്ടാണ്? അഷ്ടമത്തിലേക്ക് ചൊവ്വ വീക്ഷിക്കുന്നുണ്ട്.
ഭാഗ്യൈശ്വര്യങ്ങളിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. പിതാവിന് വേണ്ടിയിട്ട് ധനം ചെലവാക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പിതാവിന് വേണ്ടി ധനം ചെലവാക്കാം, അതുപോലെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവാക്കാം. എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾ ധനം നഷ്ടപ്പെടുത്തുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? വ്യാഴം അവിടെ നമുക്ക് സുഖം തരുന്നുണ്ട്. ആ സുഖം നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ ശരിക്ക് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി, അതായത് ഭാഗ്യാധിപനായ വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും കൊണ്ട് 12-ാം ഭാവത്തിലേക്കും അതുപോലെ കർമ്മസ്ഥാനത്തിലേക്കും അതുപോലെ തന്നെ അഷ്ടമ ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മനസ്സിലാക്കേണ്ട, ഭാഗ്യാധിപൻ പോയി നിൽക്കുന്നത് സുഖസ്ഥാനമായ മാതൃസ്ഥാനമായ മാതൃ കുടുംബമായിട്ട് ബന്ധപ്പെടാനും മാതൃഭാവം വീട്ടിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. മാതൃ കുടുംബത്തിന്റെ സ്വത്തുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വിവാഹാലോചനകൾ നടക്കുവാനും വിവാഹാലോചനകൾ നടന്ന് മുന്നോട്ട് പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ അഞ്ചിൽ നിൽക്കുന്നത് 7-ാം ഭാവാധിപനായ ശുക്രൻ വിവാഹകാരകനാണ്. ആ വിവാഹകാരകൻ വിവാഹത്തിന് പ്രശ്നമുള്ളവരെ സംബന്ധിച്ച് അതിന് വഴി ഒരുക്കി കൊടുക്കും. 5-ലാണ്, മനസ്സിലാണ്, ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, താല്പര്യം ഉണ്ടാകും. വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ആ ശുക്രൻ മാറുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരാം. ഇപ്പോൾ ശുക്രൻ അവർ നിൽക്കുന്നത് കൊണ്ട് അതിനെന്തായാലും അത് ശുക്രൻ മാറാൻ നമ്മൾ ഇടുന്നത് ഇപ്പൊ അതിന് അനുകൂലമായ സമയമാണ് മേടൻ ലഗ്നത്തിൽ ജനിച്ചവർക്ക്. അതുകൂടാതെ കർമ്മസ്ഥാനത്തേക്ക് നമ്മളുടെ ശുക്രൻ വീക്ഷിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ശുക്രൻ 7-ാം ഭാവാധിപനും ധനകാരകനുമായ ശുക്രൻ ഇപ്പൊ ലഗ്നം മേടൻ ലഗ്നത്തിന് 5-ലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് വീക്ഷിക്കുന്നു. 11-ാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട്. 11 നേട്ടങ്ങളാണ്. ധനസ്ഥാനത്തിന്റെ അധിപൻ പൊതുജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് 5-ൽ നിന്നുകൊണ്ട് 11-ലേക്ക് വീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ 4-ലൂടെ ഭാഗ്യാധിപൻ സഞ്ചരിക്കുമ്പോൾ ബിസിനസ് പരമായിട്ടുള്ള ഐഡിയകളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ധനം അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ചിന്തകളൊക്കെ വരാൻ വളരെ കൂടുതലാണ്. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വിവാഹപരമായിട്ടുള്ള ഐഡിയകൾ, മുന്നോട്ട് എങ്ങനെ പോകണം, കുടുംബജീവിതം എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള 4 കുടുംബം കൂടിയാണ്, 2 കുടുംബം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഒരു ഐഡിയ പരമായിട്ട് ഒരു മേൽഗതി പ്രാപിച്ച് കുതിരശക്തി പോലെ മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് അവിടെ സംഭവിക്കും. 4-ാം ഭാവാധിപനായ ചന്ദ്രനാണ്. 4-ാം ഭാവാധിപനായ ചന്ദ്രൻ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ അത് 12-ലൂടെ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. 12-ലൂടെ ആണെങ്കിലും വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. അപ്പൊ പരിവർത്തന യോഗം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിപ്പോ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. എങ്കിലും വ്യാഴവും ചന്ദ്രൻ തമ്മിൽ പരിവർത്തനം ഭവിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുവേണ്ടി സഞ്ചരിക്കും. ഇപ്പൊ ഇനി ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത്, വീഡിയോ ഇപ്പോൾ നാളെയാണ് പോസ്റ്റ് ആവുന്നതെങ്കിൽ പോലും ഇന്ന് ചെയ്യുന്ന സമയത്ത് ഈ മേട ലഗ്നക്കാർക്ക് ഇന്നോ നാളെയോ ആയിട്ട് സഞ്ചാരത്തിന് യോഗമുണ്ട്. സഞ്ചാരം 12-ാം ഭാവവും 4-ാം ഭാവവും തമ്മിൽ പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. അപ്പം വിശേഷമായ കാര്യങ്ങൾക്കെല്ലാം ഓരോ കാര്യങ്ങൾക്കായിട്ട് യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ 12-ാം ഭാവാധീൻ യാത്രയുടെ കൂടെ ആളുകൂടിയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് 4-ാം ഭാവത്തിലൂടെയാണ്. തീർച്ചയായിട്ടും ചെറിയ യാത്രകളും സുഖകരമായ ഉല്ലാസ യാത്രകളൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഉല്ലാസ യാത്രയ്ക്കൊക്കെ വളരെയേറെ തീർത്ഥാടനം, ജലവുമായി ബന്ധപ്പെട്ട തീർത്ഥാടനം, ഇതിനൊക്കെ സാധ്യത ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കർമ്മത്തിലേക്ക് നോക്കുന്ന നമ്മളുടെ വ്യാഴം കർമ്മത്തിലേക്ക്, ഭാഗ്യാധിപൻ കർമ്മത്തിലേക്ക് നോക്കുക, കർമ്മപുഷ്ടി കൊടുക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഇരിപ്പിടം സുഖകരമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഐഡിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആ ഒരു ഗ്രഹപ്പിഴ കൊണ്ട് പരിഹാരം ചെയ്തിട്ട് കുടുംബക്ഷേത്ര ദർശനം നടത്തി ഇപ്പം മുന്നോട്ട് പോയാൽ നന്നായിട്ട് കയറി വരും, യാതൊരു സംശയവും വേണ്ട. അനുകൂലമായ സമയമാണ്. ഇപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ, ഇപ്പം മേട ലഗ്നക്കാരുടെ എന്തെങ്കിലും കാര്യം ഇപ്പൊ സഞ്ചരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോ അതും കൂടി ചേർത്ത് പറയുന്നുണ്ടാവും. അപ്പം നമ്മൾ അടുത്ത വീഡിയോ പറയാൻ പോകുന്നത് ഇടവൻ ലഗ്നത്തെ കുറിച്ചായിരിക്കും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് ചാനൽ നമ്മുടെ ജ്യോതിഷത്തിന്റെ മാത്രമല്ല മെഡിറ്റേഷൻ്റെ ആണ്, അതുകൊണ്ട് യോഗയുടെയാണ്, യോഗ ഉൾപ്പെടെയുള്ള മെഡിറ്റേഷൻ്റെ ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓൺലൈനായിട്ട് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാസത്തിൽ 2 ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കുറഞ്ഞ ഫീസ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ക്ലാസ് ചെയ്യാം. താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാനാണ്. ഓം നമഃ ശിവായ.